ഓക്കെ, ഇന്നത്തെ മൂന്നാമത്തെ സെഷനാണ്. ഈവനിങ് ആയി. 15 മിനിറ്റുള്ളൊരു സെഷനാണ്. 15 മിനിറ്റുള്ള സെഷനാണ് നമ്മൾ നോർമലി ചെയ്യുന്നത്. ഇത് 2 സെഷൻ ഇപ്പോൾ ഈവനിങ്ങിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു. അത് മേളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ടല്ലേ. ഇത് വന്നു കുറേ നേരമായിട്ടുള്ള റെസിസ്റ്റൻസിലാണ്. ചെറിയതായിട്ട് അപ് ട്രെൻഡാണത്. ഒരു എൻട്രി എടുത്തു, നമുക്ക് നോക്കാം. അത് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നതിന് മുന്നേ എടുക്കാൻ കാരണം അത്രയും ലോങ് വിക്ക് ക്രിയേറ്റ് ചെയ്തല്ലോ. അപ്പോൾ ആ വിക്ക് റീഫിൽ ചെയ്യാൻ വേണ്ടി മേളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ എൻട്രി എടുത്തത് കേട്ടോ. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഈവനിങ് സെഷനിലെ ആദ്യത്തെ ട്രേഡാണത്. ഓക്കെ, അത് പ്രോഫിറ്റായി. എൻട്രി നല്ലതായിരുന്നു. കുറേ നേരമായിട്ടുള്ളൊരു അപ് ട്രെൻഡ് പ്രോസസ്സിലാണത്. പിന്നെ ആ വിക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി അത് നമ്മൾ കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്തു. നേരത്തെയും ഇതുപോലൊരു വിക്ക് വന്നിട്ടുണ്ട് കണ്ട്, അതും ഫില്ല് ചെയ്യാൻ വേണ്ടി മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടുത്തെ വിക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി പോകുമെന്നറിയാം. പിന്നെ ഓൾറെഡി റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഗുഡ്. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് വരക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്, ഏകദേശം ഇങ്ങനെ. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി മുകളിലോട്ട് പോയി ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്താൽ അത് മുകളിലോട്ട് പോകും. അപ്പോൾ വെയിറ്റ് ചെയ്യാം. ഇത് മാർക്ക് ചെയ്തേക്കാം, സ്റ്റാർ ഇട്ട് വെക്കാം. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഒരു ടച്ച് അവിടെ ചെയ്തല്ലോ ഒരു പ്രാവശ്യം. അപ്പോൾ ഇനി വീണ്ടും വന്ന് ഒരു സെക്കൻഡ് റീടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെല്ല് ചെയ്യാം. സെക്കൻഡ് റീടച്ചിൽ എപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ അപ് ട്രെൻഡാണ്, മേളിലോട്ട് പോകുന്നു. അവിടെ സെക്കൻഡ് റീടച്ചിൽ നമുക്ക് അവിടെ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ചാൻസസ് കൂടുതലാണ്. ഇവിടെ ആക്ച്വലി സെല്ല് ചെയ്യാം എന്ന് വെച്ചാൽ കുറച്ച് നേരമായിട്ട് റെഡാണ്, പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല. നമുക്കിത് വാച്ച് ചെയ്യാം എന്ന് വെച്ചാൽ ഒരു വലിയൊരു ഗ്രീൻ ക്യാൻഡിലാണല്ലോ വന്നത്. സെല്ല് ചെയ്യാവുന്നതാണ് ആക്ച്വലി, ചെയ്യുന്നില്ലേ. നമ്മൾ സെല്ല് ചെയ്യാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ നമ്മളതിന് ഓപ്പോസിറ്റ് ചെയ്തു, ബൈ ചെയ്യാൻ കാരണം സെയിം ഒരു വിക്ക് വന്നിട്ടുണ്ട്. ആ വിക്ക് ഫില്ല് ചെയ്യാൻ മേ ബി മേളിലോട്ട് പോവാം. നോട്ട് ഷുവർ, 50-50 നമുക്ക് നോക്കാം. പക്ഷെ നല്ല സെല്ലിംഗ് ഉണ്ടല്ലേ. ഓക്കെ, അത് പ്രോഫിറ്റായി. അനാലിസിസ് നല്ലതായിരുന്നു. ആക്ച്വലി നമ്മൾ അനാലിസിസ് നടത്തിയതിന് ഓപ്പോസിറ്റാണ് ട്രേഡ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം.
ഓക്കെ, അപ്പോൾ നമുക്ക് പല രീതിയിലുള്ള സെറ്റപ്പിൽ എൻട്രി ചെയ്യാൻ പറ്റുമെന്ന് അറിയാലോ. ഇവിടെ വീണ്ടും വിക്ക് വന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഇവിടെ വീണ്ടും അത് ബൈ ചെയ്യുന്നില്ല. ബിക്കോസ് 2 തവണ റിജക്ഷൻ വന്ന സാധനം മിക്കവാറും ഇനിയും റിജക്ഷൻ വന്ന് താഴേക്ക് ചിലപ്പോൾ പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ അനാലിസിസ് നടത്തിയത് ഒരുപാട് മുകളിലോട്ട് പോയി, അപ്പോൾ അവിടെ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് നമ്മൾ അനാലിസിസ് നടത്തിയത്. പക്ഷേ നമ്മൾ പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ താഴേക്ക് വന്നു. പക്ഷേ അവിടെ വിക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് വിക്ക്, ആ വിക്ക് റീഫിൽ ചെയ്യാൻ വേണ്ടി വിക്കിൻ്റെ ഫോം ചെയ്ത ഡയറക്ഷനിലോട്ട് പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സെല്ല് ചെയ്യാന്നുള്ള ഓപ്ഷൻ മാറ്റിയിട്ട് ബൈ ചെയ്തത്. നിങ്ങൾക്കത് കണ്ടിരുന്നെങ്കിൽ അത് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ട്രേഡുകൾ ചെയ്യുന്നത്, അനാലിസിസ് നടത്തുന്നതും ഇപ്പോൾ റോ ഫോർമാറ്റിലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ കറക്റ്റായിട്ട് ഇങ്ങനെ ആ ബോറടിച്ചിരുന്ന് ലാഗ് അടിച്ചിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നിങ്ങൾ ചെയ്യുന്ന പോലൊരു ഫീൽ ഇടുക, നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു എക്സ്പീരിയൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് പഠിക്കാനും അതിൻ്റെ നെഗറ്റീവ് മനസ്സിലാക്കാനൊക്കെ പറ്റും. പറഞ്ഞില്ലേ സെല്ല് വരുന്നുണ്ട്, അപ്പോൾ മാറ്റാം, അടുത്ത് നോക്കാം. ഓൾറെഡി സപ്പോർട്ട് ഉണ്ടായിരുന്നു, ബ്രേക്ക് ചെയ്തു, താഴേക്ക് വന്നു. ഇവിടെ സപ്പോർട്ട്. ഇത് നമ്മൾ വിട്ടുപോയിട്ടോ. മറ്റേ ട്രേഡിൽ ഇങ്ങനെ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇവിടെ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേലോട്ട് പോയി. ഇനിയിപ്പോൾ എടുക്കുന്ന റിസ്ക്കാണ്. വേറെ നോക്കേ, സെക്കൻഡ് ടച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സെല്ല് ചെയ്യാൻ നോക്കാം. സെല്ല് ചെയ്യുമെന്ന് ഇപ്പോൾ തീരുമാനം എടുക്കുന്നുണ്ടെങ്കിലും അവിടേക്ക് വന്ന് ആ ക്യാൻഡിലിൻ്റെ മൂവ്മെൻറ്റും ഇത് ബ്രേക്ക് ചെയ്യുക അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സെല്ല് എടുക്കുള്ളൂ കേട്ടോ. ചിലപ്പോൾ ഡിസിഷൻ മാറാൻ ചാൻസ് ഉണ്ട്. പൊട്ടി വന്നോ. ഇവിടെ ഇത്രയും ബയ്യേഴ്സൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ മേലോട്ട്. അപ്പോൾ അതുപോലെ ആ ബയ്യേഴ്സ് ഇവിടെ കുറച്ച് വരാൻ ചാൻസ് ഉണ്ട്, വിക്ക് പോലെ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കുറേ പേരുടെ സ്റ്റോപ്പ് ലോസ് കൂടെ അടിച്ചിട്ടുണ്ടാവും. അതായത് ഈ ഭാഗത്ത് ബൈ ചെയ്തിട്ടുണ്ടാകും കുറേ പേര്. ഇങ്ങനെ മുകളിലോട്ട് പോകണൊരു ഇത് ഇൻഡിക്കേഷൻ കാണിച്ചപ്പോൾ ആ സമയത്ത് ബൈ ചെയ്തവർക്കെല്ലാം അവരുടെ സ്റ്റോപ്പ് ലോസ് അടിച്ച് അവർക്ക് നഷ്ടം വന്നിട്ടുണ്ട്. ഇവിടെ താഴേക്ക് വരും എന്നാണ് തോന്നുന്നത്. ക്യാൻഡിൽ വന്നേക്കുന്നത് ഇൻവേർട്ടർ ഹാമറാണ്, പക്ഷെ നമ്മൾ എടുക്കുന്നില്ല. കുറേ നേരമായിട്ട് ഈ ഭാഗത്ത് തന്നെ കളിച്ചുകൊണ്ടിരിക്കണല്ലേ. ഇത് വേറെ പേര് നോക്കാം. ഇത് ഓപ്ഷനില്ല. ഇത് USD ലൈവ് മാർക്കറ്റ്, ഇത് OTC. രണ്ടിലുള്ള ഗ്രാഫ് ഡിഫറൻസ് ഉണ്ട്. ഒരു ചെറിയ ട്രെൻഡ് ലൈൻ കാണിച്ചത്. ഇങ്ങനൊരു ട്രെൻഡ് ലൈൻ ഉണ്ട്, അത് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ആക്ച്വലി. വേണമെങ്കിൽ ബൈ ചെയ്യുക വേണമെങ്കിൽ. പക്ഷേ ഈ മിഡിൽ പോർഷനിലായതുകൊണ്ട് അവിടെ ഒരു സപ്പോർട്ട് എന്തെങ്കിലും ഉണ്ടോ? അവിടെ ഒരു സപ്പോർട്ടുണ്ട് ചെറുതായിട്ട്. ഞാൻ എടുത്തില്ല, വെയിറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഇത് റെസിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. എന്നുവെച്ചാൽ ഇത് കണ്ടോ, ഇതാണ് റെസിസ്റ്റൻസ്. ഇത് വിക്ക് വന്ന സ്ഥലമാണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന. ഒരു സെല്ല് വേണമെങ്കിൽ അവിടെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ സെല്ല് വേണമെങ്കിൽ ഒരെണ്ണം അടിക്കാം. അവിടേക്ക് വന്നാലടിക്കാം. സെല്ല് ചെയ്തു. ഇതിലിവിടെ ചാൻസ് ഉള്ളത് എനിക്ക് തോന്നിയതാണ്. ചാൻസ് ഉള്ളത് മുകളിലെ റെസിസ്റ്റൻസ് അല്ലേ, ചിലപ്പോൾ അവിടേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 50-50 സാധനമാണെന്ന് പറയാൻ പറ്റുള്ളൂ.
പിന്നെ ഞാനത് സെല്ല് ചെയ്യാൻ കാരണം ഇതിന് മുന്നേ ഉള്ള ക്യാൻഡിൽസിൽ റിജക്ഷൻ ഉണ്ടായിരുന്നു, അവിടെ സെല്ലേഴ്സ് കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സെക്കൻഡറി ടച്ചായി ഈ ഭാഗത്ത് നമ്മൾ സെല്ലെടുത്ത് നോക്കാം. ഓക്കെ, നമ്മൾ ഉദ്ദേശിച്ചതിൻ്റെ ഓപ്പോസിറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ മൈൻഡിൽ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടികൾ ചെയ്യുക. അത് ലോസായി കഴിഞ്ഞാൽ നമ്മളെങ്ങനെ കൺട്രോൾ ചെയ്യും, എങ്ങനെ റിയാക്ട് ചെയ്യണം. ഇപ്പോൾ ലോസായി, ഇപ്പോൾ ഇവിടെ ചെയ്യാവുന്ന ഈ പെയർ നമുക്ക് മാറ്റാം, ചേഞ്ച് ചെയ്തിട്ട് അടുത്ത പെയറിലോട്ട് പോകാം. അതല്ലെങ്കിൽ ഇവിടം വരെ വരുന്നത് വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സെല്ലെടുക്കാം വീണ്ടും. പക്ഷേ താഴേക്ക് വന്നു, അപ്പോൾ മേ ബി നമ്മൾ എൻട്രി നടത്തിയത് കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്ത് ലേറ്റായി നടത്തി വെച്ചെങ്കിൽ ചിലപ്പോൾ കിട്ടിയാണ്. അല്ലെങ്കിൽ ഒരു 2 മിനിറ്റിൻ്റെ എൻട്രി എടുത്ത് വെച്ചെങ്കിൽ ഇറ്റ്സ് ഓക്കെ. എല്ലാം പ്രോഫിറ്റ് ആവില്ലല്ലോ, ലോസ് സംഭവിക്കാം. ഇപ്പോൾ റിസ്ക് എൻട്രി വേണമെങ്കിൽ ഇവിടെ എടുക്കാം, ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സെല്ല് ചെയ്യാം. പക്ഷെ ഉറപ്പൊന്നുമില്ല. 2 എൻട്രി എടുത്തു, ഒരു ഉറപ്പുമില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ എടുക്കാൻ കാരണം ഈ വിക്കുകൾ ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് സെയിം സെല്ലേഴ്സ് ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നുള്ളൊരു തോന്നലിൽ ഞാൻ സെല്ല് ചെയ്തതാണ്. ഒരു ഉറപ്പുമില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ അനാലിസിസ് കറക്റ്റായിരുന്നു. ഓക്കെ, നമ്മുടെ അനാലിസിസ് എന്തായിരുന്നു നേരത്തെ പറഞ്ഞത് തന്നെ. ഓൾറെഡി ഈ ഭാഗത്ത് ലൈനിട്ട ഭാഗത്ത് ഓൾറെഡി റെസിസ്റ്റൻസ് ഉണ്ട്. നേരത്തെ ഓൾറെഡി 3-4-5 തവണ റിജക്ഷൻ അവിടെ വന്നിരുന്നു. അപ്പോൾ അത്രയും റിജക്ഷനുള്ള സ്ഥലത്തേക്ക് പെട്ടെന്നൊരു ക്യാൻഡിൽ വന്നപ്പോൾ താഴേക്ക് വരാനുള്ളൊരു ചാൻസ് ഉള്ളത് കൊണ്ടാണ് മൾട്ടിപ്പിൾ ട്രേഡ് എടുത്തത്. മൾട്ടിപ്പിൾ ട്രേഡ് എടുക്കാൻ കാരണം ഇതിന് മുന്നത്തെ ട്രേഡ് ലോസ് ആയിരുന്നു. ആ ലോസും കൂടി കവർ ചെയ്യും നമ്മളുടെ ആ പ്രോബബിലിറ്റി നമ്മളുടെ സൈഡിൽ വർക്ക് ചെയ്താൽ. അതുകൊണ്ടാണ് അങ്ങനെ മൾട്ടിപ്പിൾ ട്രേഡ് എടുത്തത്. ഓക്കെ, ഇവിടെ ഈ ഭാഗത്തൊരു റെസിസ്റ്റൻസ് ഉണ്ട്, പക്ഷേ ഇത് മിഡിൽ പോർഷനാണ്. മിഡിൽ പോർഷനിൽ കുറേയൊക്കെ നമ്മൾ റിജക്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ആ ക്യാൻഡിൽ വരുന്നതനുസരിച്ചിട്ട് എങ്ങനത്തെ ക്യാൻഡിലാണെന്ന് നോക്കിയിട്ടൊക്കെയാണ് നമ്മളവിടെ സെല്ല് ചെയ്യുള്ളൂ ചെയ്യുകയാണെങ്കിൽ. ഇതിനെ കളക്ട് ചെയ്യാം, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ഇവിടെ വേണമെങ്കിൽ സെല്ല്, പക്ഷേ റിസ്ക് കേട്ടോ. ക്യാൻഡിലിൻ്റെ ഒരു ഫോർമേഷൻ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. എൻ്റെ പൊന്നെ, ഇവിടുത്തെ റെസിസ്റ്റൻസ് നോക്കി. ഇതിൽ റിസ്ക്കാണ് ആക്ച്വലി ഈ പെയറിൽ ട്രേഡ് എടുക്കുന്നത്. പക്ഷെ നമുക്കത് നമ്മുടെ അനാലിസിസ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടി. ഫസ്റ്റ് ഇതിന് മുന്നേ ട്രേഡ് എടുത്തത്, അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് ഇവിടെ വീണ്ടും എൻ്റർ ചെയ്തത്. ഇത് ആക്ച്വലി ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകൾക്ക്, അതായത് ഒരു ബിഗിനേഴ്സ്, മീഡിയം ലെവലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും കുറേ പേർക്ക് ഇവിടെ ലോസ് വരുന്നുണ്ടാകും. ഭയങ്കര പാനിക്കായിട്ടുള്ള മൂവ്മെൻറ്റ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ മേളിലോട്ട് പോയപ്പോൾ ആൾക്കാർ ഓക്കെ ഇത് ബ്രേക്ക് ചെയ്ത് പോകണമെന്ന് പറഞ്ഞ് വീണ്ടും ബൈ ചെയ്തിട്ടുണ്ടാകും. അവരുടെ സ്റ്റോപ്പ് ലോസ് പഠിച്ചു.
നമ്മളുടെ ഈ സെഷൻ്റെ ടൈം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ സെഷനിൽ ചെയ്ത ട്രേഡുകൾ എവിടെ തൊട്ട് 1 2 3 4 5 5 ട്രേഡുകൾ ചെയ്തു. നല്ല അനാലിസിസ് ആയിരുന്നു. നമ്മൾ ഉദ്ദേശത്തേക്ക് വന്നില്ല. റെസിസ്റ്റൻസ് ഇവിടെ മാർക്ക് ചെയ്തില്ല, അവിടേക്ക് വന്നില്ല. ഇവിടെ ആക്ച്വലി ഇവിടെ ഒരു വിക്ക് ഫോം ചെയ്ത് കഴിഞ്ഞാൽ സെല്ലെടുക്കാൻ വേണം. പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല. ടൈം കഴിഞ്ഞ് അടുത്ത സെഷനിൽ കാണാം. ഓക്കെ.